Savanya Miss here. അപ്പോൾ നമ്മൾ ക്ലാസ് 6 ബേസിക് സയൻസിലെ 3 ചാപ്റ്ററും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മിസ് ഇപ്പതാ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഉറപ്പാണ് ഇത് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മിസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. അത്രയ്ക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഇപ്പം മിസ് പറയാൻ പോകുന്നത്. ഓക്കേടാ നോക്കിക്കോ. അപ്പോൾ അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കുള്ള ഒരു ഫോം ഫില്ല് ചെയ്യാൻ നമ്മളെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോം ഫില്ല് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിൽ നോക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് വൈറ്റമിൻസ് ഉണ്ടല്ലേ. വൈറ്റമിൻസും അതിന്റെ പ്രാധാന്യം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. മിസ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അത് വൈറ്റമിൻസ് അതിന്റെ എന്താ സിഗ്നിഫിക്കൻസും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആണ് ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും അല്ലെ. എന്താണ് മിനറൽസും അതുപോലെ ഡെഫിഷ്യൻസി ഡിസീസും. എന്താണ് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരും. ദെൻ പ്രധാന ധാതുക്കൾ, ആഹാരം, പ്രാധാന്യം അല്ലെ. എന്തൊക്കെ ധാതുക്കൾ, എന്തൊക്കെ മിനറൽസ് ആണുള്ളത്, അതിൽ ഏതൊക്കെ ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു മിനറൽസ് കിട്ടും, അതുപോലെ തന്നെ പ്രാധാന്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ്, ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓർത്ത് വെക്കണം. ഇനി വിറ്റാമിൻ, അതുപോലെ തന്നെ അപര്യാപ്തത രോഗങ്ങൾ. വിറ്റാമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിഷ്യൻസി ഡിസീസ് വരാം, അതും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്ര മാത്രമേ നമ്മൾ ക്ലാസ് 6 ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആണ് ബേസിക് സയൻസിന്റെ നമ്മുടെ മാഗ്നറ്റ്സിന്റെ ചാപ്റ്ററിൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആകർഷണവും വികർഷണവും അല്ലെങ്കിൽ എന്താണ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ചോദിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു പിക്ചർ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നിങ്ങൾക്ക് ഒരു പിക്ചർ ആയിട്ട് ചോദിക്കും. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ തൂക്കിയിട്ട മാഗ്നറ്റ് എപ്പോഴും എന്തുകൊണ്ട് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു, നോർത്ത് സൗത്ത് ദിശയിൽ നിൽക്കുന്നു, എന്തുകൊണ്ടാണ്? അത് ജിയോ മാഗ്നറ്റിന്റെ കഴിവ് കൊണ്ടാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യും, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആണ് വൈദ്യുത കാന്തം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ. ഇത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ? യെസ്, ഇതെന്താണ്, താൽക്കാലികമാണ് അല്ലെങ്കിൽ ടെമ്പററി ആണ്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ഒരു എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററിലാണ് നമുക്ക് കുറെ സ്കെള്ള് അല്ലെ. സ്കെള്ളിനെ അല്ലെങ്കിൽ നമ്മൾ സ്കെൽട്ടനെ പറ്റി നമ്മൾ കുറെ പഠിച്ചു. സ്കെള്ള് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ബോൺസ് എത്രയുണ്ട്, ഏതാണ് മൂവബിൾ ആയിട്ടുള്ള ബോൺ എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ആണ് വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടലിന്റെ പ്രത്യേകതകൾ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് റിബ്സ് അല്ലെ, വാരിയെല്ലുകളുടെ പ്രത്യേകത എത്ര ഉണ്ട് എന്ന് കറക്റ്റ് ഓർത്ത് വെക്കുക. ദെൻ എപ്പോഴും മാറിപ്പോകുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചെറിയ മക്കളിൽ, ചെറിയ കുട്ടികളിൽ 300 ബോൺസും വലിയ അല്ലെ ഒരു അഡൾട്ടിൽ അല്ലെ ഒരു മുതിർന്നവരുടെ ഇതില് നമ്മൾ 206 ബോൺസും ആണ് നമ്മൾ കാണുക. അടുത്തതാണ് കുറച്ച് ജോയിന്റ്സ് പഠിക്കാണ്ട്. യെസ്, ഹിഞ്ച് ജോയിന്റ് എവിടെ കാണുന്നു, എന്തൊക്കെയാണ് പ്രത്യേകതകൾ. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെ കാണുന്നു, എന്തൊക്കെയാണ് പ്രത്യേകതകൾ. അടുത്ത പിവറ്റ് ജോയിന്റ് അല്ലെങ്കിൽ പിവറ്റ് സന്ധി എന്താ, എവിടെ കാണുന്നു, എന്തൊക്കെയാണ് പ്രത്യേകതകൾ. ഇത്രയാണ് നമുക്ക് ഈ ഒരു 3 ചാപ്റ്ററിൽ ബേസിക് സയൻസ് ക്ലാസ് 6 ഓണം എക്സാമിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പാണ്, 100% ഷുവർ ആണ്. ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഫോളോ എജുപോഡ് ക്ലാസ് 6. ഓക്കെടാ, അപ്പൊ ബൈ ബൈ, സീ യു.